തൗഫീഖ് അസ്ലം കൂടി തുടരുന്നുണ്ട്. തൗഫീഖ്, എവിടെ എത്തി ഇവരുടെ ഈ യാത്ര? അംബേദ്കർ പാർക്കിലേക്ക് എത്താൻ ഇനിയും ഒരുപാട് സമയമെടുക്കുമോ? യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇനിയും സമയമെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്രയധികം ജനക്കൂട്ടം ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായി ഇപ്പോൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അതിനിടയിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, തേജസ്വി യാദവ്, കൂടാതെ CPM-ന്റെയും CPI-യുടെയും TMC-യുടെയും മറ്റെല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്കൊപ്പം ഈ തുറന്ന വാഹനത്തിൽ ഇപ്പോൾ ഉണ്ട്. വലിയ ജനത്തിരക്കുണ്ട്. അവരെ മാറ്റിക്കൊണ്ടാണ് യാത്ര. ഇപ്പോൾ വളരെ മെല്ലെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ യാത്ര നേരെ പോകുന്നത് അംബേദ്കർ പാർക്കിലാണ്. അംബേദ്കർ പാർക്കിൽ എത്തിയതിനു ശേഷം അവിടെ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. അതിനുശേഷമായിരിക്കും സമാപന സമ്മേളനമെന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. സമാപന സമ്മേളനം എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. കാരണം അത്രയധികം ജനത്തിരക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് അനുമതി നൽകിയിട്ടില്ല എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. വലിയ ജനപിന്തുണയോട് കൂടിയാണ് ഈ റാലി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. രാഹുൽ ഗാന്ധിക്ക് വാഹനത്തിന്റെ ഇരുവശങ്ങളിലുമായിട്ടും റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ടും നിരവധി പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്നത്. അവർ രാഹുൽ ഗാന്ധിക്ക് മുദ്രാവാക്യം വിളിക്കുന്നു. വോട്ട് ഷോർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ റാലിയിൽ എല്ലാവരും ഇപ്പോൾ പങ്കെടുക്കുന്നത്. കോൺഗ്രസിന്റെയും RJD-യുടെയും അതോടൊപ്പം തന്നെ CPM-ന്റെയും എല്ലാം കൊടികൾ നമുക്കിവിടെ കാണാം. ആ കൊടികൾക്കിടയിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ വാഹനം ഇപ്പോൾ കടന്ന് മുന്നോട്ട് നീക്കുന്നത്. മല്ലികാർജുൻ ഖാർഗെ, തേജസ്വി യാദവ്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ 3 ആളുകളാണ് വാഹനത്തിന്റെ മുൻനിരയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഈ വാഹനം കണക്ക് പ്രകാരം അരമണിക്കൂറിനുള്ളിൽ ഗാന്ധി പാർക്കിൽ നിന്ന് അംബേദ്കർ പാർക്കിൽ എത്തിച്ചേരേണ്ടതായിരുന്നു. എന്നാൽ ഈ ജനത്തിരക്ക് മൂലം അരമണിക്കൂർ കൊണ്ട് എത്താൻ ഒരു സാധ്യതയുമില്ല. എത്തിയാൽ ഉടൻ അവിടെ പുഷ്പാർച്ചന നടത്തും. അതിനുശേഷമായിരിക്കും സമാപന സമ്മേളനം ഉണ്ടാവുക. വലിയ പിന്തുണ രാഹുലിന്റെ യാത്രയ്ക്ക് ലഭിക്കുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലെ നിരവധി ആളുകൾ തടിച്ചു